പുള്ളിയുടെ ഓരോ പ്രവൃത്തിയിലും പുള്ളി സംസാരിക്കുന്നത് എനിക്കൊഴിച്ച് ബാക്കിയുള്ള ഈ ലോകത്തുള്ള എല്ലാവരും വിവരമില്ലാത്തവരാന്നുള്ളൊരു മട്ടിലുള്ള പുള്ളിയുടെ സ്വന്തം ചേട്ടന് പോലും വേഷം കൊടുക്കാതെ എന്തിനാണ് മറ്റേ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ ഇയാൾ ഇത് എന്ത് ഒന്നും കാണുന്നില്ലേ? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഞങ്ങൾ ബധിരനും മൂകനുമാണ്. ഇപ്പുറത്ത് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന കഴിവുള്ള തന്റെ സഹോദരന് വേണ്ടി പോലിട്ടും 10 പൈസ മുടക്കി ഒരു നിർമ്മാണ കമ്പനി, അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനി സിനിമ ചെയ്തില്ല. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. എന്തൊരു വിട്ടിത്തരം! ഇപ്പൊ ആരുടെ പടം ബ്രോഡാഡി? ആന്റണി പെരുമ്പാവൂർ പൈസ മുടക്കി എടുത്ത പടം. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ആ വേഷം ഏതെങ്കിലും ചെറുപ്പക്കാരന് കൊടുത്തുകൂടെ? അതാ അഖിൽമാരാറും പൃഥ്വിരാജും കൂടെ ആണോ തീരുമാനിക്കുന്നത്? അതെന്ത് ഇങ്ങനത്തെ മണ്ടത്തിനൊക്കെ പറയുന്നേ? അങ്ങനെ അത് പറയണം. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണ്. അതെല്ലാം കഴിഞ്ഞ് പറഞ്ഞ് ചെയ്യുന്നതൊക്കെ കോമാളി വേഷം. ഇവൻ ആരാ അഭിനയിക്കാൻ അറിയാവൂ? പിന്നെ ഒരു പടം നമ്മൾ കണ്ടല്ലോ. അവരെ വെറുതെ പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അഭിനയം കണ്ടപ്പോ എനിക്ക് പോലും പോവാൻ തോന്നി. ഭയങ്കര ഓവറായി പോയി കേട്ടോ. ഈ ചെയ്തിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും കണ്ടാൽ കോമാളിത്തരങ്ങൾ എന്ന് തോന്നിപ്പിക്കത്തക്ക കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവനൊക്കെ എന്തിനുള്ള എനിക്കതാ മനസ്സിലാകാത്തത്. ഇവൻ ആളും ഉണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവനാ. അങ്ങനെ ഒരു കോമാളി വേഷം മാത്രം ചെയ്യുന്ന ഒരു നടനാണ് പൃഥ്വിരാജ് എന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇവനൊന്ന് പോയി ചെയ്യട്ടെ. ഒരു 6 മാസത്തിനുള്ളിൽ ഞാൻ പിന്നെ കാണുന്നത് കേരളം മുഴുവൻ ഇവനെ കോമാളിത്തെ വിളിച്ചുകൊണ്ട് സർവത്ര. അതാണ് ദൈവശിക്ഷ. അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ? ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? പ്രസവിച്ചു പോയി 2 കഴി അരി ഇടിച്ചു വെച്ചു. എന്തുകൊണ്ട് പ്രസവം കഴിഞ്ഞ് നേരെ പോയി ഇടിച്ചെന്നു? എന്നാന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്കറിയാം ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ അല്ലേ. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിന് പിന്നെ കേട്ടോ ശോഭ, കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. അതോ ഇനി ചുമ്മാ ഒരു സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഏതിനെങ്കിലും കിട്ടുമ്പോൾ ചടക്ക് അങ്ങനെ ഉണ്ടല്ലോ. ഏതായാലും പുള്ളി വാ തുറന്നാലും ഒരുപാട് മണ്ടത്തരങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറയുന്ന ആളുകൾ ഈ പണിയൊക്കെ ചെയ്യാതെ അന്തസ്സായിട്ട് മാറി അയാൾക്ക് അറിയാവുന്ന പണി വല്ലതും ചെയ്യട്ടെ. ഇപ്പൊ നാളെ ഇനി ഇന്ത്യ പ്രധാനമന്ത്രി ആയാലും നമുക്കൊരു വിരോധവും ഇല്ല. കുറെ കൂടെ വിവരം വെക്കണം, അതൊരു അപേക്ഷയാണ്. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഓക്കെ ബൈ. പോയിട്ട് വരാം.